വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 124 സങ്കീർത്തനം ദൈവത്തിന്റെ സംരക്ഷണത്തിനും അതിനാൽ ഇസ്രായേൽ രക്ഷപ്പെട്ടതിന്റെ സാക്ഷ്യവുമാണ്. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്ന വാക്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഗീതം ദൈവമില്ലായിരുന്നെങ്കിൽ സംഭവിക്കാമായിരുന്ന ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. 124 സങ്കീർത്തനം 8 തിരുവചനം. 125 സങ്കീർത്തനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ സുരക്ഷയും ദുഷ്ടന്മാരിൽ നിന്ന് നീതിമാന്മാരെ ദൈവം സംരക്ഷിക്കുന്നതും പ്രതിപാദിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ നിൽക്കുമെന്നതാണ് ഇതിന്റെ മുഖ്യ സന്ദേശം. എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും. ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ. സങ്കീർത്തനം 125 5 തിരുവചനം. 126 സങ്കീർത്തനം ദൈവം സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഉണ്ടായ ആനന്ദവും ദൈവത്തിൽ പ്രതീക്ഷ വെച്ചവരുടെ കണ്ണുനീർ സന്തോഷത്തിലേക്ക് മാറുമെന്ന വിശ്വാസവുമാണ് പ്രതിപാദിക്കുന്നത്. ഈ സങ്കീർത്തനം ദൈവത്തിന്റെ വിശ്വസ്തതയും ദുഃഖകാലങ്ങളിൽ പ്രതീക്ഷ വെക്കേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്നു. 127 സങ്കീർത്തനം ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ മനുഷ്യന്റെ പ്രവർത്തനം വ്യർത്ഥമാണെന്ന സന്ദേശം നൽകുന്നു. ദൈവം വീട് പണിയാതെയിരുന്നാൽ പണിയുന്നവരുടെ പരിശ്രമം ഫലമില്ല എന്നതാണ് ഇതിന്റെ മുഖ്യ ആശയം. 128 സങ്കീർത്തനം ദൈവഭക്തനായവന്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ വിവരിക്കുന്നു. യഹോവയെ ഭയപ്പെടുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണ് എന്നതാണ് ഇതിന്റെ മുഖ്യ സന്ദേശം. നിന്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെ ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. 128 സങ്കീർത്തനം 3 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.